ശ്രീ എം കെ ഭദ്രകുമാർ, മുൻ ഇന്ത്യൻ സ്ഥാനപതി. ആ, ശ്രീ ഭദ്രകുമാർ, നയതന്ത്ര തലത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന കടുത്ത തീരുമാനങ്ങൾ, നമ്മൾ എടുത്തിരിക്കുന്ന കടുത്ത തീരുമാനങ്ങൾ, അത് മതിയായ തീരുമാനങ്ങളാണോ? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ട്രാക്ക് 1, 2, 3 എന്ന രൂപത്തിൽ പല തലത്തിലാണ് തീരുമാനങ്ങൾ വരിക എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ തീരുമാനങ്ങളിൽ ആദ്യത്തേതായി വന്നിരിക്കുന്ന തീരുമാനമായിട്ടാണോ ഈ പറയുന്ന സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നു എന്നുള്ള വലിയ തീരുമാനം വരുന്നത്? നമ്മൾ എല്ലാ ഘട്ടത്തിലും എത്രമാത്രം ഏറ്റുമുട്ടൽ ഉണ്ടായാലും അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കേണ്ടതില്ല എന്നൊരു ഔദാര്യം നമ്മൾ കാണിച്ചിരുന്നു. ഇത്തവണ അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോഴോ അവിടുത്തെ ജനങ്ങൾ തന്നെ പാക് സർക്കാരിനെതിരെ, പാക് ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിലേക്ക് നമ്മൾ അവരെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ആക്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശരിയായ തീരുമാനം എന്ന നിലയ്ക്കാണോ താങ്കൾ വിലയിരുത്തുന്നത്, അതോ ഇത് പോരാ എന്നാണോ? എന്റെ അഭിപ്രായത്തിൽ ഇത് ഈ ഘട്ടത്തിൽ ഒരു ഇറഡ്യൂസിബിൾ മിനിമം എന്ന് പറയാം. ഇതെങ്കിലും ചെയ്യണമായിരുന്നു നയതന്ത്ര തലത്തിൽ. ഇതിൽ നിന്നും മുന്നോട്ട് പോയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അത് ഇനി ആ ചുവടുവയ്പ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. ഈ സിന്ധു നദിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം, അത് ഇന്റർനാഷണൽ ലോയിലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണെങ്കിലും അതൊരു മീഡിയം ടേം, ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള ഒരു മൂവാണ്. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പാകിസ്ഥാനിനെ വേദനിപ്പിക്കുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ രൂക്ഷമായ പ്രതികരണം ഉണ്ടാക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് അത്തരത്തിലുള്ളതായിരിക്കും. നമ്മൾക്ക് ഇവിടെ തന്നെ ആണെങ്കിലും ഇപ്പോഴെന്താണ് സ്ഥിതിവിശേഷം? ഇപ്പോൾ നമ്മൾക്ക് അവകാശപ്പെടുന്ന ക്വാണ്ടിറ്റി വെള്ളം നമ്മൾക്ക് ഉപയോഗിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ അതിനായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ തയ്യാറെടുക്കണം. അപ്പോൾ ഇന്റർനാഷണൽ ലോയിന്റെ പേരിൽ അത് ചെയ്യാമെങ്കിലും അതൊരു ഇമ്മീഡിയറ്റ് ടേംസിൽ ഒരു സിംബോളിക് ആക്റ്റാണ്. മീഡിയം ടേമിലും ലോങ് ടേമിലും എടുക്കുന്ന സമയം പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ബന്ധം ഈ നടന്ന കാര്യങ്ങൾ കാരണം ഇനി ഒരിക്കലും ബന്ധം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിലല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രസക്തി മീഡിയം ടേമിലും ലോങ് ടേമിലും ഏത് രീതിയിൽ വരും എന്നുള്ളതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതില് കൂടുതൽ അതിൽ കട്ടിങ് എഡ്ജ് ഉള്ളത്, സിംബോളിക് ആയിട്ടും കണ്ടന്റ് ആയിട്ടും ഉള്ളത്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡിഫൻസ് അറ്റാഷേഴ്സിനെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്തതാണ്. എക്സ്പെൽ ചെയ്തു. അത് മാത്രമല്ല, അവിടുത്തെ എംബസിയിലെ, ഇസ്ലാമാബാദ് ഇവിടെ ചാണക്യപുരിയിലെ എംബസിയിലെ അതിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കെതിരായിട്ടുള്ള കോവർട്ട് ഓപ്പറേഷന് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. പണ്ട് കാലത്തും നമ്മൾക്കറിയാം, നമ്മളുടെ കൗണ്ടർ ഇന്റലിജൻസിന് നല്ലവണ്ണം അറിയാം, ഈ ഡിഫൻസ് അറ്റാഷേഴ്സ് ഇവിടെ വരുന്നവര് വളരെ നല്ല ഇന്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരുടെ പ്രവൃത്തി ശൈലിയും അവരുടെ അജണ്ടയും എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പണ്ട് കാലങ്ങളിലും ഈ ഇത്തരത്തിലുള്ള എക്സ്പൾഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ എടുത്തിരിക്കുന്ന എക്സ്പൾഷൻസ് 3 സർവീസ് അറ്റാഷേഴ്സിനെയും ഒന്നിച്ച് ഇവിടുന്ന് എക്സ്പെൽ ചെയ്തു. അവരുടെ ബാക്കപ്പ് ആയിട്ടുള്ള അവരുടെ ജൂനിയേഴ്സിനെയും ആ കംപ്ലീറ്റ് ഡിഫൻസ് സർവീസസിന്റെ വിങ്ങിനെയും അബോളിഷ് ചെയ്യുകയാണ്. അത് പാകിസ്ഥാനെ കണക്കുള്ള ഒരു രാജ്യത്തിന് അതൊരു വലിയ ഒരു വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ പ്രവർത്തിക്കുന്നതിന് ഒരു തരത്തിലൊരു സ്വാതന്ത്ര്യം അവർക്കുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിലെ നമ്മളുടെ നയതന്ത്ര പ്രതിനിധികളെയും നമ്മളുടെ എംബസികളെയും അവര് ഹാരസ് ചെയ്യുന്നതും ഐസൊലേറ്റ് ചെയ്യുന്നതും ആ രീതിയിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല ഇവിടെ. നമ്മുടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ സോഷ്യൽ ഒക്കേഷൻസിന്റെ മറവിൽ ഈ ഇവിടുത്തെ കോവർട്ട് ഓപ്പറേഷൻസ് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അവർ വളരെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഡിഫൻസ് വിങ്ങിൽ വരുന്നവര്. അപ്പോൾ ആ രീതിയിൽ ഇത് റാവൽപിണ്ടിയിലുള്ളവർക്ക് നല്ലവണ്ണം മനസ്സിലാകും. നമ്മൾ അത്ര വളരെ രൂക്ഷമായിട്ട്, എന്ന് വെച്ചാൽ നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. എല്ലാ എംബസികളിലും ഒരു ഡിപ്ലോമാറ്റിക് കർട്ടസീസും പ്രോട്ടോകോളും അനുസരിച്ച് എടുക്കുമ്പോൾ
ഈ ഡിഫൻസ് വിങ്ങിലെ ഡിഫൻസ് അറ്റാഷേഴ്സിന് അവരുടെ ബ്യൂറോക്രസിയിലുള്ള റാങ്ക് അല്ല അവർക്ക് ആസ്ക്രൈബ് ചെയ്യുന്നത്. അവർക്ക് ഒരു വളരെ വലിയ ഒരു മുൻഗണന കൊടുക്കും. അതാണ് നാഷണൽ ഡേ പോലെ തന്നെ ഡിഫൻസ് മിലിറ്ററി വിങ്ങിന്റെ ഡേയും എല്ലാ എംബസികളും, മിക്കവാറും എല്ലാ എംബസികളും ഒബ്സർവ് ചെയ്യുന്നത് തന്നെ അത് പാലിച്ചാണ്. മറ്റുള്ള ഒരു വിങ്ങിനും അങ്ങനത്തെ ഒരു മേൽക്കോയ്മ കൊടുക്കാറില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത് അത് വേറൊരു കാര്യം എടുക്കേണ്ടത്, ഈ കാലങ്ങളിൽ പാകിസ്ഥാനിലെ മിലിറ്ററിക്കകത്തും ഡിസെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കാലാകാലങ്ങളിൽ വരാറുണ്ടായിരുന്നു. അതായത് ഈ വ്യക്തിയുടെ, ജനറൽ മുനീറിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വളരെ അതൃപ്തിയുണ്ട്. ആർബിട്രറി ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. പിന്നെ അത് മാത്രമല്ല, കക്ഷി സ്വന്തം താല്പര്യത്തിനെ അഡ്വാൻസ് ചെയ്തുകൊണ്ട് ഈ രാഷ്ട്രീയ സംവിധാനം അവിടെ ഉള്ളത് വളരെ വീക്കാണ്. അതെ, എനിക്ക് അതിലേക്ക് താങ്കളോട് നിന്ന് കുറച്ചുകൂടി വിശദമായ മറുപടി കിട്ടേണ്ടതുണ്ട്. കാരണം നേരത്തെ കിട്ടിയിരുന്ന അന്താരാഷ്ട്ര സഹായങ്ങളൊന്നും തന്നെ ഇപ്പോൾ പാകിസ്ഥാന് കിട്ടാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ചൈന ആയാലും അമേരിക്ക ആയാലും ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നായാലും സഹായങ്ങളില്ലാത്തൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. പൂർണ്ണമായും ദരിദ്രമായ അവസ്ഥയിലാണ്. നല്ല സർക്കാരല്ല, ദുർബലമായ സർക്കാരാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ സൈനിക മേധാവി ഭരിക്കുന്നു, റാവൽപിണ്ടിയാണ് ഭരിക്കുന്നത്, ഇസ്ലാമാബാദ് അല്ല എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് കൊണ്ട് എന്താണ് പാകിസ്ഥാന് നേട്ടമെന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ.